നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം ദേശീയപാതയിൽ വാഹനാപകടം. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക്. പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ബെൽ EML സമരം ശക്തമാകുന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പ്രതിഷേധം വ്യാപകം. വേതന പ്രശ്നം. കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് കാറിലിടിച്ച് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു. ബഡാജയിലെ മുനീറിനാണ് പരിക്കേറ്റത്. മഞ്ചേശ്വരം ഉദ്യാവര ദേശീയപാതയിലായിരുന്നു അപകടം നടന്നത്. വാഹന പരിശോധന നടത്തുന്ന ഹൈവേ പോലീസിനെ കണ്ട് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിനിടെയാണ് മുനീർ അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബൈക്ക് എതിരെ വന്ന കാറിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ മുനീറിന് ഗുരുതരമായി പരിക്കേറ്റു. മുനീർ ഇപ്പോൾ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ബാങ്ക് ജീവനക്കാർ നടത്തിയ പണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ശമ്പള കരാർ പുതുക്കുക, ബാങ്ക് സ്വകാര്യവൽക്കരണവും പുറംകരാർവൽക്കരണവും പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് പൊതുമേഖലാ ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരും രാജ്യവ്യാപകമായി നടത്തിയ പണിമുടക്ക് പൂർണ്ണം. 27 പൊതുമേഖലാ ബാങ്കുകളുടെ 50,000-ഓളം ബ്രാഞ്ചുകളിലെ 8 ലക്ഷത്തോളം ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുത്തു. പണിമുടക്കിനെ തുടർന്ന് ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ഇടപാടുകൾ നടത്താനാകാതെ ജനങ്ങൾ ഏറെ വലഞ്ഞു. പണിമുടക്കിയ ജീവനക്കാർ വിവിധ ബ്രാഞ്ചുകൾക്ക് മുന്നിൽ പ്രകടനം നടത്തി. ജില്ലയിലെ മുഴുവൻ പൊതുമേഖലാ ബാങ്കുകളും ചൊവ്വാഴ്ചയും അടഞ്ഞുകിടന്നു. അതേസമയം സഹകരണ മേഖലയിലെ ബാങ്ക് ജീവനക്കാർ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബെൽ EML തൊഴിലാളികൾ നടത്തുന്ന സമരം ഒരാഴ്ച പിന്നിടുമ്പോഴും പ്രശ്നത്തിന് പരിഹാരമായില്ല. സമരം കൂടുതൽ ശക്തമാക്കുവാൻ സംയുക്ത സമരസമിതി തീരുമാനിച്ചു. ബെൽ EML തൊഴിലാളികൾ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഫാക്ടറിക്ക് മുന്നിൽ നിരാഹാര സത്യാഗ്രഹ സമരം അനുഷ്ഠിക്കുകയാണ്. സമരത്തിന് അനുകൂലമായ നിലപാട് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാൻ കെൽ ഫാക്ടറിക്ക് മുന്നിൽ ചേർന്ന സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു. INTUC പ്രസിഡന്റ് P. ഗംഗാധരൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി T. K. രാജൻ, STU ജില്ലാ പ്രസിഡന്റ് KP മുഹമ്മദ് അഷ്റഫ്, KN ബാബുരാജൻ, A. വാസുദേവൻ, T. അബ്ദുൽ മുനീർ, V. പവിത്രൻ, V. രത്നാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 8 ദിവസം പൂർത്തിയാക്കി. KPCC സെക്രട്ടറി K. നീലകണ്ഠൻ, CITU ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ, മധു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് U. ബഷീർ, സെക്രട്ടറി ആരിഷ് ചൂരി, DYFI ജില്ലാ സെക്രട്ടറി K. മണികണ്ഠൻ, SFI ജില്ലാ സെക്രട്ടറി ഷാലു മാത്യു, ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ ഷുക്കൂർ ചെറുകളം, അഡ്വക്കേറ്റ് സദാനന്ദ റൈ, KS മണി, VB കുഞ്ഞമ്പു, ULE തുടങ്ങി നിരവധി പേർ 8ാം ദിവസം അഭിവാദ്യമർപ്പിക്കാനെത്തി. ബെൽ EML തൊഴിലാളികൾ നടത്തിവരുന്ന അനിശ്ചിതകാല സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണമെന്ന് കേരള ഗവൺമെന്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം KGOA സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ് കുട്ടി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ നല്ലത് എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ രാജ്യത്തെ പിടിച്ചു നിൽക്കുന്ന അത് ഏറ്റവും പ്രധാനപ്പെട്ട അസറ്റായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, നവരത്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ തന്നെ അവരെ ഓഹരികൾ ഒന്നായിട്ട്. K. സീതാരാമ അധ്യക്ഷത വഹിച്ചു. K. രവീന്ദ്രൻ, K. സതീഷ്, TV വിനോദ് കുമാർ, K. മധു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനം KGOയുടെ പുതിയ ഏരിയ സെക്രട്ടറിയായി K. രവീന്ദ്രനെയും പ്രസിഡന്റായി TV വിനോദ് കുമാറിനെയും തെരഞ്ഞെടുത്തു. ശമ്പളവും പെൻഷനും സർക്കാർ വഴി നൽകണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാർ 12-ന് പണിമുടക്കും. സമരത്തിന് മുന്നോടിയായി നഗരസഭയുടെ മുമ്പിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ശമ്പളവും പെൻഷനും നൽകാനുള്ള ചുമതല സർക്കാർ ഏറ്റെടുക്കുക, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു. കുട്ടി അഹമ്മദ് കുട്ടി ചെയർമാനായി വിവിധ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടുത്തി കമ്മിറ്റി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. ഈ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാണ് സമരക്കാർ ഉയർത്തിയ ആവശ്യം. നഗരസഭ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നമുക്കറിയാം, നമ്മൾ ഏകദേശം 4 വർഷത്തോളമായി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. നമുക്കറിയാം, ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം പോലും അപ്രായോഗികമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്
1/4/1958 ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം എന്നുള്ള തത്വം അംഗീകരിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് EMS ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചുകൊണ്ട് 1/4/1958 മുതൽ ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി. കെ നാരായണൻ, PU സൂരജ്, PC രാമചന്ദ്രൻ, A വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ബാരിക്കാട് മഹാവിഷ്ണു ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം 4ാം ദിവസം പിന്നിട്ടതോടെ ഭക്തജന തിരക്ക് വർദ്ധിച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തിരുമുൽക്കാഴ്ച ഘോഷയാത്ര നടന്നു. ഉദയഗിരി അയോധ്യ അവതരിപ്പിക്കുന്ന നാസ്തിക് ബാൻഡ് നാദശക്തിയുടെ നൃത്തം, കുതിരക്കളി, മയിലാട്ടം, ദീപാലംകൃതമായ രഥം, ഭക്തിസാന്ദ്രമായ ഭജനഗാനാലാപനം, കരിമരുന്ന് പാമ്പാച്ചിക്കടവ് അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രയിൽ നിരവധി പേർ പങ്കെടുത്തു. ശിങ്കാരിമേളം, മുത്തുക്കുട, മയിലാട്ടം, നാസിക് ബാൻഡ്, വിവിധ വേഷങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് പൊലിമ പകർന്നു. വ്യാഴാഴ്ചയാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. കലോത്സവ വിജയികൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അനുമോദനം. എറണാകുളത്ത് നടന്ന സംസ്ഥാന സാക്ഷരതാ കലോത്സവത്തിൽ കാസർഗോഡിനായിരുന്നു 1ാം സ്ഥാനം. എറണാകുളത്ത് നടന്ന സംസ്ഥാന സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ കാസർഗോഡ് ജില്ലാ സാക്ഷരതാ മിഷൻ ടീമിനെയാണ് ജില്ലാ പഞ്ചായത്ത് അനുമോദിച്ചത്. 129 പോയിന്റ് നേടിയാണ് ജില്ല 1ാം സ്ഥാനത്തെത്തിയത്. പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവി ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടണമെന്ന ഒരു അത്യാഗ്രഹത്തിന്റെ ഭാഗമായി തന്നെ വലിയ തോതിലുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ നടത്തിയത്. പല തരത്തിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നടത്താൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലൊരു പരിപാടി നടക്കുമ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ അതിൻ്റെ തുടക്കം മുതൽ ആ പരിപാടി ആരംഭം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം 2 പേർ ആ പരിപാടിയിൽ നിങ്ങളോടൊപ്പം സഹകരിക്കുന്നതിനും എല്ലാവിധ സഹായങ്ങളും ചെയ്തു തരുന്നതിനും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പാതൂർ കുഞ്ഞാമു ഹാജി അധ്യക്ഷത വഹിച്ചു. വിജയികൾക്ക് ട്രോഫിയും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ ഓമന രാമചന്ദ്രൻ, മമതാ ദിവാകർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശങ്കർ റൈ, ജാസ്മിൻ, പ്രമീല C നായക്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K അബ്ദുറഹ്മാൻ, ADC K സുദേവൻ, NRT കോർഡിനേറ്റർ P പ്രശാന്ത് കുമാർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. കുന്താപ്പു, കൊപ്പള, പാവൂർ ശ്രീ വനദുർഗ നാഗബ്രഹ്മ ശാസ്താര പരിവാര ദൈവക്ഷേത്രത്തിലെ ബ്രഹ്മകലശോത്സവം സമാപിച്ചു. നാടിന്റെ നാനാദിക്കിൽ നിന്നുമായി നിരവധി ഭക്തരാണ് ഉത്സവത്തിലേക്കായി ഒഴുകിയെത്തിയത്. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന തിരുമുൽക്കാഴ്ച ഘോഷയാത്ര ഏറെ ശ്രദ്ധേയമായി. ഉദ്യാവർ അരസു മഞ്ജിഷ്ണാർ ക്ഷേത്ര പരിസരത്ത് നിന്നായിരുന്നു യാത്ര ആരംഭിച്ചത്. ഭക്തി ദൃശ്യങ്ങൾ, മുത്തുക്കുടകൾ, താലപ്പൊലി എന്നിവ തിരുമുൽക്കാഴ്ച ഘോഷയാത്രയ്ക്ക് അഴകും മിഴിവുമേകി. ഘോഷയാത്രയിൽ അണിനിരന്ന ഭക്തർക്ക് മതസൗഹാർദ്ദത്തിന്റെ മഹിമ വിളിച്ചോതി ഉദ്യാവരയിൽ വെച്ച് ജവാനി ദിവാനി ഫ്രണ്ട്സ് കുടിവെള്ളം വിതരണം ചെയ്തു. കുഞ്ചത്തൂർ ആമീറിന്റെ നേതൃത്വത്തിലും കുടിവെള്ളം വിതരണം ചെയ്തു. ഉത്സവത്തിന്റെ ഭാഗമായി മാനവ മൈത്രി സംഗമവും സംഘടിപ്പിച്ചു. രവീശതന്ത്രി കുണ്ടാർ ഭദ്രദീപം കൊളുത്തി സംഗമം ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ കൃഷ്ണ ശിവകൃപ അധ്യക്ഷനായിരുന്നു. യോഗാനന്ദ സരസ്വതി സ്വാമിജി കൊണ്ടയൂർ, പാവൂർ ചർച്ച് ഫാദർ അലോഷ്യസ്, പാവൂർ കൊപ്പള ജുമാ മസ്ജിദ് പ്രസിഡന്റ് KB മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് വനദുർഗ വൈഭവം ഭക്തിഗാനം CD-യുടെ പ്രകാശനവും നടന്നു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രത്യേക പൂജകളിലും വഴിപാടുകളിലും നിരവധി ഭക്തർ പങ്കെടുത്തു. ഉത്സവത്തിന്റെ ഭാഗമായി ഭക്തർക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാർത്തകൾ ചുരുക്കത്തിൽ. ദുബായിലേക്ക് കടത്തുവാൻ ശ്രമിച്ച 34 ലക്ഷം രൂപ മൂല്യമുള്ള അമേരിക്കൻ ഡോളറുമായി ചേരങ്കൈ സ്വദേശിയെ മംഗലാപുരം വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. അബ്ദുൽ ബഷീറാണ് അറസ്റ്റിലായത്. 55,000 അമേരിക്കൻ ഡോളർ ബാഗിനുള്ളിൽ ഒളിപ്പിച്ചു കടത്തുവാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു അറസ്റ്റ്. 14-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ബേള പള്ളിക്കട്ടയിലെ മഷൂദാണ് അറസ്റ്റിലായത്.
ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തപാൽ RMS ജീവനക്കാർ പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സിന്റെ നേതൃത്വത്തിലാണ് 48 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. INL നേതാവും ബേക്കറി ഉടമയുമായിരുന്ന നായന്മാർ മൂലയിലെ M. ഉമ്മർ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ബെൽ സമരം ഒത്തുതീർപ്പാക്കുവാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് INLA ജില്ലാ ജനറൽ സെക്രട്ടറി ആസീസ് കടപ്പുറം ആവശ്യപ്പെട്ടു. കന്നഡ ഭാഷാധ്യാപകരുടെ സംസ്ഥാന സമ്മേളനം 21-ന് നടക്കും. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. ജില്ലാ ആസൂത്രണ സമിതി യോഗം 17-ന് നടക്കും. രാവിലെ 11:30-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് പരിപാടി. പാണത്തൂർ മഞ്ഞടുക്കം തുളുർവനത്ത് ഭഗവതി കളിയാട്ട മഹോത്സവത്തിന് 28 മുതൽ തുടക്കം കുറിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ധാർമ്മിക കലാ സാംസ്കാരിക പരിപാടികൾ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി തറവാട്ട് കാരണവർ കാട്ടൂർ തമ്പാൻ നമ്പ്യാർ കാഞ്ഞങ്ങാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാണത്തൂർ മഞ്ഞടുക്കം തുളൂർവനത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ടത്തിന്റെ ഭാഗമായി 12-ന് കൽപ്പിക്കൽ ചടങ്ങ് കാട്ടൂർ തറവാട്ട് വീട്ടിൽ വെച്ച് നടക്കും. 13-ന് ബിൽത്താരയും 14-ന് ക്ഷേത്രകാവുകളിൽ കൂവമളക്കൽ ചടങ്ങും നടക്കും. മൂത്തയിടത്ത് ഇളയിടത്ത് കുതിരെ ക്ഷേത്രകാവുകളിലാണ് കൂവമളക്കൽ ചടങ്ങ് നടക്കുക. ഫെബ്രുവരി 27-ന് 1-ാം കളിയാട്ടത്തിൽ അടർഭൂതം നാഗരാജാവും നാഗകന്യയും അരങ്ങിലെത്തും. മാർച്ച് 1-ന് വേടനും കരിവേടനും, മാർച്ച് 2-ന് മഞ്ഞാലമ്മ ദേവിയും കെട്ടിയാടും. 3-ന് 4-ാം കളിയാട്ടത്തിൽ കാട്ടൂർ വീട്ടിൽ പൂക്കാരെ സ്വീകരിക്കുന്നു. 7-ാം തീയതി തുളുർവനത്ത് ഭഗവതി അമ്മിയും ക്ഷേത്രപാലകനീശ്വരനും മുടിയെടുക്കുന്നതോടെ കളിയാട്ടം സമാപിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ തറവാട്ട് കാരണവരും മാനേജിംഗ് ട്രസ്റ്റിയുമായ കാട്ടൂർ തമ്പാൻ നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം ദേശീയപാതയിൽ വാഹനാപകടം. ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവിന് ഗുരുതര പരിക്ക്. പണിമുടക്ക് 2-ാം ദിവസവും പൂർണ്ണം. ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. ബെൽ EML സമരം ശക്തമാകുന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരമായില്ല. പ്രതിഷേധം വ്യാപകം. വേതന പ്രശ്നം. കാഞ്ഞങ്ങാട് നഗരസഭാ ജീവനക്കാർ പ്രക്ഷോഭത്തിലേക്ക്. ഇതോടെ KCN മലയാളം വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.